ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ലേസി മോർണിംഗ് ആയിരുന്നു. അതുകൊണ്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കിയത്. ഒരു ഉപ്മാവും പിന്നെ ഒരു പുൾസേ, ഒരു മുട്ട പുൾസയും കൊണ്ടിന്ന് ഫിനിഷ് ചെയ്ത്. അപ്പോഴാണ് ലഞ്ച് എന്ത് ഉണ്ടാക്കും എന്ന്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ എന്താണ് ചോറും കറിയൊന്നും വെക്കാനുള്ള ഒരു സുഖമില്ല, ഭയങ്കര മടി. അപ്പോൾ ഒരു തക്കാളി ചോറുണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. കുറച്ച് തക്കാളി ഉണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് ഇന്ന് ഒരു തക്കാളി ചോറ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ കട്ടിങ്ങും പരിപാടിയും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ബാക്കി നമുക്ക് കുക്ക് ചെയ്തുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പല രീതിയിൽ തക്കാളി ചോറ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ 1.5 സവാളയും പിന്നെ 3 തക്കാളിയും ആവശ്യത്തിനുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പാൻ എടുത്തു, എണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുക് പൊട്ടിച്ചു. കടുകിൻ്റെ കൂടെ ഞാൻ ഉഴുന്ന് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എനിക്കിങ്ങനെ ചോറ് കഴിക്കുമ്പോൾ ഉഴുന്ന് ഇങ്ങനെ കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഉഴുന്ന് ഇട്ട് കൊടുത്തത്. പിന്നെ നമുക്ക് അതിലേക്ക് ഞാൻ കുറച്ച് ജീരകവും ചേർക്കുന്നുണ്ട്. ജീരകവും ചേർത്ത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഞാൻ ചതച്ചതാണ്, പച്ചമുളക് ചതച്ചിട്ടില്ല, അതുകൂടി ചേർത്തു. അതിനുശേഷം ഞാൻ 1.5 സവാളയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി ചോറ് ഓഫീസ് ലഞ്ചായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണ്. മിക്കവരും ഇത് കുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ തക്കാളി ചോറ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അത് വഴണ്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മെയിൻ സാധനമായ തക്കാളി ആഡ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഈ തക്കാളി ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വരണം. നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. അത് നിറത്തിന് വേണ്ടിയാണ് ഇട്ടെടുത്തത്. പിന്നെ 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരല്പം പെപ്പർ കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മളെ പൊടിയുടെ മണം മാറണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ അപ്പോൾ ചോറ് വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാനിവിടെ സാധാരണ അരിയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ടൊമാറ്റോ റൈസ് റെഡി.